നമസ്കാരം. പല കൊലപാതകങ്ങൾക്കും പിന്നിലെ കാരണം അത് പലതാണ്. രാത്രി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിയ യുവാവിനെ രാവിലെ കാണുന്നത് മരിച്ച നിലയിലാണ്. കാരണമാണെങ്കിൽ വ്യക്തവുമല്ല. ടാറ്റ കൺസൾട്ടൻസി സർവീസിലെ വിവാദം വലിയ ചർച്ചയാകുമ്പോൾ പ്രശസ്തമായ വിപ്രോ കമ്പനിയും ഇപ്പോൾ വിവാദത്തിലായിരിക്കുകയാണ്. ഒപ്പം കോട്ട ആശ്രമത്തിലെ പുരോഹിതന്റെ കൊലപാതകം അതും വലിയ ചർച്ചയാവുകയാണിപ്പോൾ. വിശദമായി നോക്കാം. സ്വാഗതം നിഗൂഢതകളുടെ 20-ാം മണിക്കൂറിലേക്ക്. ലോകത്തെ ഏറ്റവും ആകർഷകമായ പ്രൊഫഷനുകളിലൊന്ന് ഇന്നും IT ആണെന്നതിൽ വലിയ തർക്കമൊന്നുമില്ല. മിക്ക കമ്പനികളിലും ശമ്പളമായി വലിയ തുക, മെച്ചപ്പെട്ട സൗകര്യങ്ങൾ. കോവിഡ് കാലത്തിന് ശേഷമാണെങ്കിൽ വർക്ക് ഫ്രം ഹോമും ഹൈബ്രിഡും ഒക്കെയായി വർക്ക് ലൈഫ് ബാലൻസ് ഉറപ്പാക്കാൻ കഴിയുന്ന സമയക്രമം, സമൂഹത്തിലെ മികച്ച പരിഗണന, IT ജോലി തെരഞ്ഞെടുക്കാൻ യുവാക്കളെയും ഉദ്യോഗാർത്ഥികളെയും പ്രേരിപ്പിക്കാൻ ഇതൊക്കെ തന്നെ ധാരാളമാണ്. വർക്ക് പ്രഷറും സ്ട്രെസ്സും ഒക്കെ എല്ലാ മേഖലയിലുമുണ്ട്. അതുകൊണ്ട് ആരും അക്കാര്യം പറഞ്ഞ് IT-യിലേക്ക് പോകാതിരിക്കുന്നുമില്ല. പക്ഷെ അടുത്ത കാലത്തായി IT മേഖലയിൽ നിന്ന് ചില മോശം വാർത്തകൾ വരുന്നുണ്ട്. ആദ്യം ടാറ്റ കൺസൾട്ടൻസി സർവീസസ് എന്ന ഇന്ത്യയുടെ തന്നെ അഭിമാനമായ കമ്പനിയിൽ നിന്നായിരുന്നു അത്. ഇവിടെയുള്ള നിദാ ഖാൻ എന്ന ജീവനക്കാരി സംഘം ചേർന്ന് മറ്റു മുസ്ലിം മതസ്ഥരുമായി ചേർന്ന് ഹിന്ദുക്കളായ യുവതികളെ ഇസ്ലാം മതത്തിലേക്ക് മാറ്റുന്നു എന്നതായിരുന്നു ആ വാർത്ത. ഇതിനായി പലതരം സമ്മർദ്ദങ്ങളാണ് നിദാ ഖാൻ അന്ന് നടത്തിയിരുന്നത്. പെൺകുട്ടികളെ പ്രണയബന്ധത്തിലാക്കാൻ നിർബന്ധിച്ചും മുസ്ലിം മതസ്ഥരുമായി ലൈംഗിക ബന്ധത്തിന് പ്രേരിപ്പിച്ചുമെല്ലാം ഇമോഷണൽ അറ്റാച്ച്മെന്റ് സൃഷ്ടിച്ചും പിന്നെ ബ്ലാക്ക് മെയിലിംഗ് നടത്തിയുമൊക്കെയാണ് നിദാ ഖാന്റെ ആസൂത്രിത മതപരിവർത്തനം നടന്നത്. പിന്നീട് നിദാ ഖാൻ അടക്കമുള്ളവർ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പുതിയ വാർത്ത വരുന്നത് മറ്റൊരു വലിയ ഇലക്ട്രോണിക്സ് IT കമ്പനിയായ വിപ്രോയിൽ നിന്നാണ്. ഇരയായ യുവതി നേരിട്ടത് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി താൻ നേരിട്ട ദുരന്ത കഥ അവർ വെളിപ്പെടുത്തിയിരിക്കുകയാണിപ്പോൾ. ആരും കേട്ടാൽ ഞെട്ടുന്ന കാര്യങ്ങളാണ് പൂനെയിലെ ആ യുവതി വിപ്രോ എന്ന വലിയ കമ്പനിയുടെ ചുവരുകൾക്കുള്ളിൽ നേരിടേണ്ടി വന്നത്. വിപ്രോ എന്ന ബോർഡിന് കീഴെ ജോലി ചെയ്യുന്നവരൊക്കെ സുഖകരമായിട്ടാണോ കഴിയുന്നത് എന്ന് നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് ആ യുവതി പറഞ്ഞ പല കാര്യങ്ങളും. हे सगळं आधी घडलंय. आता हे जर रिकव्हर करायचं तुम्हाला, हे जर झाकायचंय, त्याला काहीतरी रिझन निर्माण केलं पाहिजे ना. पुढे काय म्हटलं, आता बुरखा घातलाय समजा, तर फेस रिडिंग झालं पाहिजे म्हणतो, त्याचं हे वर्क केलं पाहिजे ना, हिजाब जो असतो तो. तर तसं बोलण्याच्या पुढचं समजून ऍज अ प्रोजेक्ट मॅनेजर हे समजून सांगत असताना तेवढे कारण समोर करून तेवढंच काहीतरी हे करून आता आपल्या विरोधात काहीतरी घडणार म्हणून हे सगळं केलं. या दोघीतलं भांडण एवढा छोटा मुद्दा नाहीये. हा मुद्दा एका महिलेला किती प्रकारे पिडलं गेलंय, कशा प्रकारे त्रास दिलाय, इस्लाम धर्म स्वीकारण्यासाठी कसं जबरदस्ती केली गेली. आणि तुम्ही म्हटलं एकाच बाबतीत झालंय का, आम्ही तर आज मागणी करतो विप्रो कंपनीतल्या सगळ्या मुलींची जे कोणी काम करतायत तिकडं त्यांची त्या ठिकाणी काय भूमिका आहे, त्यांना असं काय त्रास होतोय, काय ഫ്രീ വാതാവരണം ഞാൻ അടക്കമുള്ള നിരവധി സ്ത്രീകൾ ജോലി ചെയ്യുന്ന നെറ്റ്വർക്ക് 18 എന്ന കമ്പനിക്ക് ഒരു നയമുണ്ട്. അത് സ്ത്രീകളോട് മോശമായി പെരുമാറുന്നവരോട് സീറോ ടോളറൻസ് എന്നതാണ്. അത് കൃത്യമായി പാലിക്കപ്പെടുന്നുമുണ്ട്. എന്നാൽ വിപ്രോ പോലൊരു കമ്പനിയിൽ അത് ഏട്ടിലെ പശുവാണെന്നത് വിശ്വസിക്കാൻ വലിയ പ്രയാസമായിരുന്നു. പക്ഷേ ഈ യുവതി കണ്ണു നിറഞ്ഞ് തൊണ്ടയിടറി പറഞ്ഞ കാര്യങ്ങൾ അവിശ്വസിക്കേണ്ടതില്ല. ഗുരുതരമാണ് അതെല്ലാം തന്നെ. പോലീസ് കേസെടുത്ത് അന്വേഷിച്ചാൽ മാത്രം പോരാ, അതിന്റെ സത്യാവസ്ഥ കണ്ടെത്തണം. രാജ്യദ്രോഹമാണ് ഈ കുറ്റമെന്നതിൽ ഒരു സംശയവുമില്ല.
ഇവിടെ വില്ലത്തരം കാണിച്ചത് ടീം ലീഡർ ഷാഹിന റഫീഖും ഒരു സഹപ്രവർത്തകനുമാണ്. ജോലിസ്ഥലത്തെ പീഡനം, നിർബന്ധിത മതപരിവർത്തനം, പ്രതികാരം വീട്ടൽ, ഇതൊക്കെയാണ് പോലീസ് ചുമത്തിയ വകുപ്പുകൾ. ഇതിലേക്ക് നയിച്ച ആ സാഹചര്യം എന്താണെന്ന് ഇനി നമുക്കൊന്ന് നോക്കാം. പൂനെയിലെ ഹിഞ്ചാവാഡിയിലെ വിപ്രോ ക്യാമ്പസിൽ പ്രൊജക്ട് മാനേജറായിട്ടാണ് ഈ യുവതി ജോലി ചെയ്യുന്നത്. ബംഗളൂരു സ്വദേശിനിയായ ടീം ലീഡർ ഷാഹിന റഫീഖാണ് യുവതിയെ നിരന്തരമായി ഉപദ്രവിച്ചിരുന്നത്. മാനസിക പീഡനം തന്നെയായിരുന്നു ആദ്യമുണ്ടായത്. ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത് ഈ യുവതി. ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ ലൈംഗിക ജീവിതം എങ്ങനെയാണെന്നതുപോലെ യുവതിയുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അടക്കം ഷാഹിന പിന്നീട് ചോദിച്ചു തുടങ്ങി. ഒരു സഹപ്രവർത്തകനെ യുവതിക്ക് പിന്നീട് പരിചയപ്പെടുത്തി. ഈ സഹപ്രവർത്തകനും മുസ്ലിം മതസ്ഥനായിരുന്നു. ഇവർ തമ്മിൽ സൗഹൃദം ശക്തമായപ്പോൾ അയാൾ പ്രപ്പോസ് ചെയ്തു. മാത്രമല്ല, ഒരു റിലേഷൻഷിപ്പിനായി നിർബന്ധിക്കുകയും ചെയ്തു. അതിനുശേഷം ഇസ്ലാം മതത്തിലേക്ക് മാറണമെന്ന് നിർബന്ധിക്കാൻ തുടങ്ങി. സൗഹൃദം സ്ഥാപിച്ച് അത് ശക്തമാക്കി, അതൊരു റിലേഷൻഷിപ്പാക്കി, അതുവഴി യുവതിയെ മുസ്ലിം മതത്തിലേക്ക് എത്തിക്കുകയായിരുന്നു ഷാഹിനയുടെ ലക്ഷ്യം. വിവാഹത്തിന് തയ്യാറായാൽ വിദേശത്ത് പോകാമെന്നും അവിടെ സെറ്റിൽ ചെയ്യാമെന്നുമുള്ള വാഗ്ദാനവും പെൺകുട്ടിക്ക് നൽകി. ഹിന്ദുമതം ഉപേക്ഷിച്ചാൽ നല്ല ജീവിതം ലഭിക്കുമെന്നും മികച്ച തൊഴിലവസരം ലഭിക്കുമെന്നുമൊക്കെയായിരുന്നു ആ യുവാവിന്റെ വാഗ്ദാനം. സൗഹൃദത്തിന്റെ ലൈൻ മാറി റിലേഷൻഷിപ്പിന്റെ രീതിയിലേക്ക് വന്നപ്പോഴേ യുവതി അകലം പാലിച്ചു തുടങ്ങി. വിവാഹാഭ്യർത്ഥന നിരന്തരമായപ്പോൾ അത് കമ്പനി HR-നെ അറിയിച്ചു. പക്ഷെ അവിടെയും ഫലമുണ്ടായില്ല. പ്രശ്നമുണ്ടാക്കരുതെന്നും പരാതി പിൻവലിക്കണമെന്നുമായിരുന്നു HR-ന്റെയും സീനിയർ ഉദ്യോഗസ്ഥരുടെയും നിർദ്ദേശം. പിന്തുണ പ്രതീക്ഷിച്ചിടത്ത് തിരിച്ചടി കിട്ടിയപ്പോൾ യുവതി തകർന്ന് തരിപ്പണമായി. മാനസിക സംഘർഷം വല്ലാതെ കടുത്തു. ഉറങ്ങാൻ മരുന്നിന്റെ സഹായം വേണമെന്നായി. ആകെയുള്ള ഉപജീവന മാർഗമായതുകൊണ്ട് എല്ലാം സഹിച്ചും മറ്റൊരു ജോലി കിട്ടും വരെ യുവതി വിപ്രോയിൽ തന്നെ തുടർന്നു. പരാതിയിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ലെന്ന് കണ്ടതോടെ യുവതിക്ക് നീതി നൽകുന്നതിന് പകരം രാജിവെക്കാൻ നിർബന്ധിക്കുകയാണ് വിപ്രോയുടെ HR മാനേജർമാർ ചെയ്തതത്രേ. പലപ്പോഴും യുവതിയുടെ വർക്ക് സ്റ്റേഷനുകൾ മാറ്റിക്കൊണ്ടിരുന്നു. ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിലും ലോഗിൻ ചെയ്യാനുള്ള റൈറ്റ് സ്വന്തമാക്കി. രാജിവെക്കില്ലെന്ന് കണ്ടപ്പോൾ HR-ൽ നിന്ന് ഉള്ളയാൾ യുവതിയുടെ രാജി യുവതിയുടെ ലോഗിൻ ഉപയോഗിച്ച് സ്വയം സമർപ്പിച്ചു. आज हम इसलिए यहाँ पे संगठित हुए हैं कि मुझे ये सबके सामने लाना है कि हिंदू औरतों के तरफ किस तरीके से अन्याय होता है, कैसे उन्हें बातों बातों में फंसा के धर्मांतरण के लिए मुस्लिम समाज मजबूर करता है और मेरे साथ क्या हुआ। मेरे साथ अप्रैल के महीने से शाहिना रफ़ीक नाम की एक लड़की जो मेरे साथ काम करती थी, मेरे अंडर काम करती थी, उसने मुझे बार बार धर्म चेंज करने के लिए और अपने मुस्लिम धर्म को अपनाने के लिए बार बार कॉल पे बोला है और बार बार मुझे ये कहती थी कि अगर आप मुस्लिम धर्म अपना लेंगी तो आपको पैसे भी अच्छे मिलेंगे, आपकी जो लाइफ बिखरी हुई है वो अच्छी हो जाएगी. താൻ അറിയാതെയാണ് തന്റെ സെപ്പറേഷൻ റിക്വസ്റ്റ് പോയതെന്ന് മനസ്സിലാക്കിയ യുവതി വിപ്രോയ്ക്കെതിരെ പിന്നീട് നിയമ പോരാട്ടം തുടങ്ങി. മാറി നിൽക്കേണ്ടി വന്ന സമയത്തെ പൂർണ്ണ ശമ്പളം നൽകി തന്നെ തിരിച്ചടിക്കണമെന്ന് യുവതി അവരോട് ആവശ്യപ്പെട്ടു. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണമെന്നും കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ യുവതി പറഞ്ഞു. പോലീസ് ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. യുവതിയുടെ പരാതി ലഭിച്ചതായി അവർ സ്ഥിരീകരിക്കുകയും ചെയ്തു. യുവതി നൽകിയ പോഷ് പരാതിക്ക് ഉചിതമായ നടപടി കമ്പനി സ്വീകരിച്ചിട്ടില്ലെന്ന് പ്രഥമ ദൃഷ്ട്യാ വ്യക്തമായതായി പോലീസ് പറയുന്നു. കമ്പനി നടത്തിയ ആഭ്യന്തര അന്വേഷണത്തിന്റെ വിവരങ്ങൾ നൽകണമെന്നും പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്നാണ് വിപ്രോയുടെ നിലപാട്. ജീവനക്കാരുടെ ക്ഷേമം, മാന്യത എന്നിവയ്ക്ക് പരിഗണന നൽകുന്നതാണ് കമ്പനി നയമെന്നാണ് വാർത്തയോട് വിപ്രോ ഉന്നത നേതൃത്വത്തിന്റെ പ്രതികരണം. വിവേചനം, മോശം പെരുമാറ്റം, പീഡനം എന്നിവയോട് നയം 0 ടോളറൻസ് തന്നെയാണ്. അതുകൊണ്ട് പോലീസ് ആവശ്യപ്പെടുന്ന എല്ലാ രേഖയും നൽകുമെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ എല്ലാ വൻ നഗരങ്ങളിലുമുണ്ട് IT സ്ഥാപനങ്ങളുടെ ക്യാമ്പസുകൾ. അതിൽ പ്രധാനപ്പെട്ടവ നോയിഡ, ഗുരുഗ്രാം, ഹൈദരാബാദ്, പൂനെ, ബംഗളൂരു, ചെന്നൈ, തിരുവനന്തപുരം എന്നിവയാണ്. പൂനെ ഒരു വലിയ നഗരമാണ്. IT വ്യവസായ ഭൂപടത്തിൽ പൂനെയുടെ സ്ഥാനവും വലുത് തന്നെ. ഇത് പൂനെയിലും നാസിക്കിലും മാത്രമല്ല, ഇന്ത്യയിൽ എവിടെയും സംഭവിക്കാമെന്നതാണ് രണ്ടാമതൊരു സംഭവം കൂടി ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. 25 വയസ്സിൽ താഴെയുള്ളവരായിരിക്കും IT-യിൽ ജോലി തുടങ്ങുന്നവർ 90%. ബിടെക്കോ, എംടെക്കോ, MCAയോ ഒക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ക്യാമ്പസ് പ്ലേസ്മെന്റ് വഴി എത്തുന്നവർ, അല്ലെങ്കിൽ അപേക്ഷ അയച്ച് ജോലി കണ്ടെത്തുന്നവർ.
എന്തായാലും ഈ പ്രായത്തിലുള്ള യുവതികളെ ഇങ്ങനെ വല വീശിപ്പിടിക്കുന്ന മതഭ്രാന്തന്മാരെയും മതഭ്രാന്തികളെയും കരുതിയിരിക്കണം. മതപരിവർത്തനത്തിനുള്ള കേന്ദ്രമായി ഒരു IT പാർക്കും മാറരുത്. IT മാത്രമല്ല, ഒരു തൊഴിൽ മേഖലയും. രാജസ്ഥാനിലെ പ്രശസ്തനായ ഒരു മതപുരോഹിതൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. ആശ്രമത്തിനുള്ളിൽ രക്തം വാർന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. എന്തിനായിരുന്നു കൊലപാതകമെന്നോ ആരാണ് കൊലപാതകത്തിന് പിന്നിലെന്നോ ഉള്ളതൊന്നും ഇപ്പോഴും പോലീസിന് വ്യക്തമായിട്ടില്ല. ആശ്രമത്തിനുള്ളിൽ നിന്നും കൊലപാതകികൾക്ക് സഹായം ലഭിച്ചിരുന്നു എന്നതാണ് ഇപ്പോഴുള്ള ഏറ്റവും വലിയ സംശയം. രാജസ്ഥാനിലെ കോട്ട ജില്ലയിൽ നിന്നാണ് ഞെട്ടിപ്പിക്കുന്നതും ദാരുണവുമായ ഈ വാർത്ത പുറത്തുവരുന്നത്. കോട്ട ജില്ലയിലെ ചന്ദ്രസാൽ ഗ്രാമത്തിലുള്ള ആശ്രമത്തിലെ മുഖ്യ പുരോഹിതനായ മഹന്ത് ദേവാനന്ദ് മഹാരാജാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അജ്ഞാത സംഘത്തിന്റെ ആക്രമണത്തിലായിരുന്നു മഹന്ത് ദേവാനന്ദ് കൊല്ലപ്പെടുന്നത്. എന്നാൽ ആ ആക്രമി സംഘം ആരെന്നുള്ളതിന് ഇപ്പോൾ പോലീസിന് ഒരു തുമ്പും ലഭിച്ചിട്ടില്ല. സംഭവം ഇപ്പോൾ ചന്ദ്രസാൽ ഗ്രാമത്തിലും കോട്ട ജില്ലയിലും അവിടുത്തെ മതപുരോഹിതർക്കിടയിലും വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് കൂടി വഴി തെളിച്ചിരിക്കുകയാണ്. പോലീസിൽ നിന്ന് ലഭിച്ച പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് മഹന്ത് ദേവാനന്ദ് പതിവ് പോലെ മഠത്തിനുള്ളിലെ തന്റെ മുറിയിൽ വിശ്രമിക്കുകയായിരുന്നു. രാത്രി പൊതുവെ മഠത്തിന് സമീപം ആരും ഉണ്ടാകില്ല എന്നറിയാമായിരുന്ന അക്രമികൾ ഈ സമയം മുതലെടുത്ത് മഹന്തിന്റെ മുറിക്കുള്ളിൽ കടക്കുകയും മാരകായുധങ്ങളും മറ്റും ഉപയോഗിച്ച് മഹന്തിനെ ക്രൂരമായി ആക്രമിക്കുകയുമായിരുന്നു. ആക്രമണത്തിനിടയിൽ മഹന്തിന്റെ നിലവിളി കേട്ട് സമീപത്തുള്ളവരും പരിചാരകരും ഉടൻ തന്നെ സംഭവസ്ഥലത്തേക്ക് ഓടിയെത്തുകയായിരുന്നു. എന്നാൽ അപ്പോഴേക്കും കൊലപാതകികൾ സംഭവസ്ഥലത്ത് നിന്നും ഓടി രക്ഷപ്പെട്ടിരുന്നു. സഹായികളും പരിചാരകരും അടക്കം മഠത്തിനുള്ളിലേക്ക് കടന്നപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. രക്തം വാർന്ന് നിലത്ത് കിടക്കുകയായിരുന്നു അപ്പോൾ മഹന്ത്. ഒരു നിമിഷം പോലും പാഴാക്കാതെ അവർ ബോർഖേഡ പോലീസ് സ്റ്റേഷനിൽ സംഭവത്തെക്കുറിച്ച് വിവരം നൽകി. പോലീസ് എത്തിയാണ് പിന്നീട് ഗ്രാമവാസികളുടെ സഹായത്തോടെ ഗുരുതരമായി പരിക്കേറ്റ മഹന്തിനെ മഹാറാവു ഭീംസിംഗ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. ആശുപത്രിയിൽ വെച്ച് ആവശ്യമായ ചികിത്സകളൊക്കെ നൽകിയെങ്കിലും അമിത രക്തസ്രാവവും ആഴത്തിലുള്ള മുറിവുകളും കാരണം മഹന്ത് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. घटनार राति भितर फाइनेंशियल मैटर को लेकिन झगड़ा होता जो थ्रू कि असल्ट करा प्राथमिक तदंत जना पड़ी सर तदंत भी जारी अच्छी जदि आमको किसी जना पड़ो आम जनईदेबू फाइनेंशियल प्रीवियसली प्राइमरी इनक्वारी जना पड़ू कि फाइनेंशियल डिस्प्यूट्स थिला तो सेटा इन्वेस्टिगेशन जेहेतु अच्छी तो आम सेटा को ड्यू कोर्स रे आपन को जनईदेबू आमर जेहेतु टीम गठन होता साइंटिफिक टीम सहित टेक्निकल टीम को आम कोलाबोरेट करिकी आम आईएससी एवं एसपी सर गाइडेंस अनुसार आम अभियुक्त पाखे पहुंची पार्छु. ഇപ്പോഴും കൊലപാതകത്തിന് പിന്നിലെ കാരണമെന്തെന്നതിൽ പോലീസിന് ഒരു വ്യക്തതയും ലഭിച്ചിട്ടില്ല. ചന്ദ്രസാൽ ഗ്രാമത്തിലെ വളരെ പഴക്കമുള്ള ഒരു മഠം കൂടിയാണിത്. മഹന്ത് ദേവാനന്ദ് മഹാരാജാകട്ടെ വളരെ കാലമായി അവിടെ മതപരമായ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചിരുന്ന ഒരാളും. നാട്ടുകാർ പറയുന്നതനുസരിച്ച് ശത്രുക്കൾ ഉണ്ടാകാൻ മാത്രമുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ മഹന്തിന് ഇതുവരെ ഉണ്ടായിട്ടുമില്ല. പിന്നെ എന്തുകൊണ്ട് മഹന്ത് കൊല്ലപ്പെട്ടു? രാത്രി ആരും അറിയാതെ മഠത്തിനുള്ളിൽ കയറി കൊലപാതകം നടത്തിയ സംഘത്തെ അയച്ചത് ആരായിരിക്കും? ഇതൊക്കെ ഉത്തരം കിട്ടാത്ത ചോദ്യമായി ഇപ്പോൾ ബാക്കിയാവുകയാണ്. ബോർഖേഡ പോലീസും കോട്ട പോലീസ് സ്പെഷ്യൽ വിങ്ങും കേസ് എല്ലാ സാധ്യമായ കോണുകളിൽ നിന്നും വിശദമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. സംഭവം പഴയ വ്യക്തിപരമായ വൈരാഗ്യത്തിൽ നിന്നാണോ അതോ മഠത്തിന്റെ വിലയേറിയ ഭൂമിയെയും സ്വത്തിനെയും ചൊല്ലിയുള്ള തർക്കവുമായി ബന്ധപ്പെട്ടുണ്ടായതാണോ എന്ന അന്വേഷണവും നിലവിൽ പുരോഗമിക്കുകയാണ്. കൂടാതെ രാത്രി വൈകി മോഷണമോ കവർച്ചയോ നടത്താൻ ഉദ്ദേശിച്ച അക്രമികളെ കണ്ട് മഹന്ത് എതിർത്തപ്പോൾ അങ്ങനെ നടത്തിയ കൊലപാതകമാണോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ स्वीकार कर स्टोन ब्लाक स्टोन मुझे असल्ट कर
तापर तदंत चली जना पड़ा अच्छी टेक्निकल टीम आम अच्छी दिया हाँ से टेक्निकल टीम की दिखाई तार हेल्प नि मोबाइल उधार किसी चलती प्रोसेस चलती अच्छी पत्थरटा भी आम सीजर होती गोटे जगार आसल कलापर नेला टाणी नहीं टाणिला स्पट्रे जो पत्थर से पत्थर मुंड को मार असल्ट कर കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് കോട്ട ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ നിർദ്ദേശപ്രകാരം ചന്ദ്രസൽ ഗ്രാമത്തിൽ ഫോറൻസിക് സംഘം തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഒപ്പം ഡോഗ് സ്ക്വാഡിനെയും സ്ഥലത്തെത്തിച്ച് പരിശോധന നടത്തി മഹന്ത് ആക്രമിക്കപ്പെട്ട മഠത്തിലെ മുറിയുമായി അക്രമികളെ ബന്ധിപ്പിക്കുന്ന വിരലടയാളങ്ങൾ, രക്തസാമ്പിളുകൾ, മറ്റ് നിർണായക ഭൗതിക തെളിവുകൾ എന്നിവ എഫ്എസ്എൽ സംഘം ശേഖരിച്ചു. അതേസമയം ആശ്രമത്തിലെ സ്ഥിരം പരിചാരകർ, ചന്ദ്രസൽ ഗ്രാമത്തിലെ ഗ്രാമവാസികൾ, സമീപ ദിവസങ്ങളിൽ ആശ്രമം സന്ദർശിച്ചതായി സംശയിക്കുന്ന വ്യക്തികൾ എന്നിവരെ പ്രത്യേക പോലീസ് സംഘങ്ങൾ കർശനമായി ചോദ്യം ചെയ്തു വരികയാണിപ്പോൾ. രാത്രിയിൽ റോഡിൽ കാണുന്ന സംശയാസ്പദമായ വാഹനങ്ങളോ വ്യക്തികളോ തിരിച്ചറിയുന്നതിനായി ചന്ദ്രസേൽ ഗ്രാമത്തെയും ബോർഖേഡ പ്രദേശത്തെയും ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളിലുള്ള CCTV ക്യാമറകളിലും ദൃശ്യങ്ങളുമൊക്കെ പോലീസ് വ്യക്തമായി പരിശോധിക്കുന്നുണ്ട്. കൊലയാളികൾ ഉടൻ തന്നെ ജയിലിലാകുമെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. കൊലയാളികളെ പോലീസ് ഉടൻ പിടികൂടിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്നാണ് പ്രതിഷേധക്കാർ നൽകിയിരിക്കുന്ന സൂചന. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ചന്ദ്രസാൽ ഗ്രാമത്തിലും ജില്ലാ ആശുപത്രി മോർച്ചറിക്കും പുറത്ത് കൂടുതൽ പോലീസ് സേനയെ വിന്യസിച്ചിരിക്കുകയാണ് ഇപ്പോൾ പോലീസ്. ചില സുപ്രധാന സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നും ഗൂഢാലോചനയും കൊലപാതകവും സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും ഉടൻ പുറത്തു കൊണ്ടുവരുമെന്നും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നുമാണ് പോലീസ് അവസാനമായി നൽകിയിരിക്കുന്ന വിശദീകരണം. ഡൽഹിയിലെ GTB ആശുപത്രിയിൽ നിന്ന് 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ പ്രതിയെ പോലീസ് പിടികൂടി. എന്നാൽ ഈ പിടിക്കപ്പെട്ട പ്രതി അത്ര നിസ്സാരക്കാരിയല്ല എന്ന് പോലീസിന് മനസ്സിലായത് പിന്നീടാണ്. ഡൽഹിയിലെ GTB ആശുപത്രിയിലാണ് ഈ സംഭവം നടക്കുന്നത്. കുട്ടികൾക്ക് വാക്സിനേഷൻ നൽകാനെന്ന വ്യാജേനയാണ് 45-കാരിയായ കാഞ്ചൻ എന്ന യുവതി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സീലംപൂർ നിവാസിയായ യുവതിയുടെ വീട്ടിലേക്ക് എത്തുന്നത്. അന്ന് അവരുമായി വലിയ തരത്തിൽ സൗഹൃദം സൃഷ്ടിച്ച കാഞ്ചൻ പിന്നീട് കഴിഞ്ഞ ദിവസം യുവതിയെയും 6 മാസം പ്രായമായ കുഞ്ഞിനെയും കൂട്ടി വാക്സിനേഷനായി GTB ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു. എന്നാൽ ചില ഡോക്യുമെന്റുകൾ ഫിൽ ചെയ്യണമെന്ന കാര്യം പറഞ്ഞ് കുട്ടിയുടെ അമ്മയെ തെറ്റിദ്ധരിപ്പിക്കുകയും ആ സമയം കൊണ്ട് അവർ കുഞ്ഞുമായി GTB ആശുപത്രിയിൽ നിന്നും കടന്നു കളയുകയുമായിരുന്നു. സംഭവം ഉടൻ തന്നെ യുവതി പോലീസിൽ അറിയിച്ചതോടെ കഴിഞ്ഞ 30 മണിക്കൂറിനുള്ളിൽ തന്നെ യുവതിയെ പോലീസ് പിടികൂടുകയും ഒപ്പം കുട്ടിയെ കണ്ടെത്തി തിരികെ അമ്മയെ ഏൽപ്പിക്കുകയും ചെയ്തു. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണം, മൊബൈൽ ഫോൺ ഡാറ്റ പരിശോധന, ഡൽഹി മെട്രോ എന്നിവിടങ്ങളിൽ നടത്തിയ പരിശോധനയൊക്കെയാണ് ഇത്രയും പെട്ടെന്ന് പ്രതിയിലേക്കെത്താൻ പോലീസിനെ സഹായിച്ചത്. ഒപ്പം ശിവാജി പാർക്ക് പ്രദേശത്ത് പ്രതിയെ കണ്ടു എന്ന വിവരമാണ് അന്വേഷണ സംഘത്തിന് അതിനിർണായക വഴിത്തിരിവായത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം നടത്തിയ റെയ്ഡിലാണ് പ്രതി പിടിയിലാകുന്നത്. घटना 31 मई को दोपहर करीबन 3 बजे की है, जब पुलिस को इत्तला मिली थी कि इस तरह GTB हॉस्पिटल से एक बच्चा गायब हुआ है। तुरंत पुलिस टीम वहाँ पे मौके पर पहुँची है और उसकी इन्वेस्टिगेशन स्टार्ट की है। तो उसके बाद उसकी माँ से जब बातचीत की गई तो उन्होंने बताया कि एक लेडी मेरे घर पे तकरीबन 1 वीक से लगातार आ रही थी और वो उनसे फ्रेंडली हो रही थी। और उसने जो स्टार्ट किया था उसमें बताया था कि मैं एक NGO से हूँ जो कि बच्चों में आपको अगर इसको टीके लगवाओगे तो मैं गवर्नमेंट से आपको 6,000 रुपये महीने का ऐड दिलवाऊंगी और इस बात को किसी को शेयर नहीं करना है। तो उसके बातों पर यकीन करके वो लगातार उससे नज़दीकियाँ बढ़ाती चली गई। फिर 31 मई की संडे के दिन उसने उसको GTB हॉस्पिटल में ले जाने के लिए बोला है। तो ये दोनों वहाँ पे गई है और वहाँ जाके जब बच्चा थोड़ा उसको नींद आने लगा तो उन्होंने बोला कि आप जो है इसका
मैं इसके पेपर बनवा के लाती हूँ और उसको उसने बच्चा दे दिया। इसी दौरान वो वहाँ से बच्चे को लेकर के निकल गई क्योंकि उसको मौका मिल गया था। और इसमें घटना का जैसे पता लगने के बाद तुरंत हमने टीमें बनाई, जिनमें 3 टीमें स्पेशली हमने एक हमारे एंटी नार्कोटिक्स फोर्स का एक यूनिट है, एक स्पेशल स्टाफ का है, लोकल थाने की टीमें बना करके। എന്നാൽ പിന്നീട് നടത്തിയ കൂടുതൽ ചോദ്യം ചെയ്യലിലാണ് മറ്റ് ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ കൂടി പുറത്തുവരുന്നത്. 2025 നവംബറിൽ യുവതി ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകിയിരുന്നു. പിന്നീട് ആ 2 കുട്ടികളും മരണത്തിന് കീഴടങ്ങി. എന്നാൽ യുവതി ഭർത്താവിൽ നിന്നും ഭർത്തൃ വീട്ടുകാരിൽ നിന്നും ഈ മരണവിവരം മറച്ചുവെച്ചു. കൂടാതെ കുട്ടികൾ തനിക്കൊപ്പം സുരക്ഷിതരായി ജീവിക്കുന്നുവെന്ന് അവരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു. കുട്ടികളെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ കുടുംബത്തിൽ നിന്ന് സമ്മർദ്ദം വർദ്ധിച്ചതോടെ സത്യം പുറത്തുവരുമെന്ന് ഭയന്ന് പ്രതി കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ തീരുമാനിക്കുകയായിരുന്നു. കൂടാതെ 2007 MS പാർക്ക് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത തട്ടിക്കൊണ്ടുപോകൽ, കൊലപാതക കേസ് എന്നിവയിലും ജീവപര്യന്തം തടവുകാരിയായിരുന്നു കാഞ്ചൻ. പരോൾ കാലാവധി പൂർത്തിയായിട്ടും കീഴടങ്ങാൻ സന്നദ്ധയാകാതെ അവർ പിന്നീട് ഒളിവിൽ പോവുകയും അറസ്റ്റ് ഒഴിവാക്കാൻ വ്യത്യസ്ത സ്ഥലങ്ങളിൽ താമസിച്ചു വരികയുമായിരുന്നു. രാത്രിയിൽ ഭക്ഷണം കഴിച്ച് പതിവ് പോലെ ഉറങ്ങാൻ പോയൊരു യുവാവ് പുലർച്ചെ വീട്ടുകാർ എഴുന്നേറ്റ് നോക്കിയപ്പോൾ കണ്ട കാഴ്ച അവൻ ചോര വാർന്ന് കൊല്ലപ്പെട്ട് കിടക്കുന്നതാണ്. ആര് കൊലപ്പെടുത്തിയെന്നോ എന്തിനു വേണ്ടി കൊലപ്പെടുത്തിയെന്നോ ഇപ്പോഴും വ്യക്തമല്ല. ഉത്തർപ്രദേശിലെ ചന്ദൌലി എന്ന പ്രദേശത്താണ് കൊലപാതകം നടന്നിരിക്കുന്നത്. ചാക്യ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ജോഗിയാക്കാല ഗ്രാമത്തിൽ ഇന്ന് രാവിലെയോടെയാണ് ഈ ക്രൂര കൊലപാതകത്തിന്റെ വാർത്ത പുറത്തുവരുന്നത്. പ്രദേശത്തെ താമസക്കാരനായ രാമചന്ദ്ര യാദവിന്റെ മകൻ ബ്രിജേഷ് യാദവ് എന്ന ബച്ചായാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. വെള്ളിയാഴ്ച രാത്രി അത്താഴത്തിന് ശേഷം ബ്രിജേഷ് പതിവ് പോലെ തന്നെ വീടിന് പുറത്തുള്ള കട്ടിലിൽ ഉറങ്ങാൻ പോയതായിരുന്നു. ഇന്ന് പുലർച്ചെ വീട്ടുകാർ വിളിച്ചുണർത്താൻ എത്തിയപ്പോഴാണ് ചോരയിൽ കുളിച്ചു കിടക്കുന്ന ബ്രിജേഷിനെ അവർ കാണുന്നത്. തലയിലും കഴുത്തിന്റെ പിൻഭാഗത്തുമുണ്ടായ ഗുരുതരമായ പരിക്കുകളാണ് മരണകാരണം. പൊതുവെ ഗ്രാമവാസികളോടൊക്കെ തന്നെ നല്ല രീതിയിൽ പെരുമാറുന്ന, എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു യുവാവായിരുന്നു കൊല്ലപ്പെട്ട ബ്രിജേഷ്. അങ്ങനെയുള്ള ആ യുവാവ് കൊല്ലപ്പെട്ടാൻ കാരണം എന്തായിരിക്കും? ആരായിരിക്കും ബ്രിജേഷിന്റെ ആ ശത്രു? ഉറങ്ങിക്കിടക്കുമ്പോൾ മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചാണ് കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. ഇതൊരു ആസൂത്രിത കൊലപാതകമായിരിക്കാമെന്നൊരു സംശയവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമീപത്തുള്ള ആളുകളെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. आज दिनांक 6 जून को प्रातः सुबह 5:30 बजे के करीब डायल 112 के माध्यम से थाना चकिया पर सूचना प्राप्त हुई कि ग्राम जोगिया कला में एक व्यक्ति की हत्या कर दी गई है। प्राप्त सूचना के आधार पर थाना चकिया पुलिस द्वारा यहाँ मौके पर पहुँचा गया। प्रथम दृष्टया यह पाया जा रहा है कि मृतक ब्रिजेश यादव उर्फ बचई यादव पुत्र रामचंद्र यादव उम्र करीब 34 वर्ष, जो कि रात्रि में अपने घर के बाहर में ही सोए हुए थे, उनको किसी के द्वारा प्रहार कर गर्दन पर हत्या कारित कर दी गई है। കൊലപാതകി മൂർച്ചയുള്ള ആയുധം കൊണ്ട് യുവാവിന്റെ തലയിലും കഴുത്തിലും ആക്രമിക്കുകയാണ് ഉണ്ടായത്. ആ ആഴത്തിലുള്ള മുറിവും രക്തസ്രാവവുമാണ് മരണ കാരണമായത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും സംഭവത്തിൽ ഇപ്പോൾ നിർണായകമാണ്. ഒരു സാധാരണ ഗ്രാമപ്രദേശമായതുകൊണ്ട് തന്നെ സമീപത്തൊന്നും CCTV ഇല്ല എന്നുള്ളതും പോലീസ് അന്വേഷണത്തിൽ വെല്ലുവിളിയാവുകയാണ്. എങ്കിലും പരമാവധി തെളിവുകൾ ശേഖരിച്ച് വ്യക്തമായ അന്വേഷണമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത്. മോഷണത്തിനിടെ ഒരു 75-കാരിയെ അതിക്രൂരമായി കൊന്ന് കിണറ്റിൽ തള്ളിയിരിക്കുന്നു. ജമ്മുകാശ്മീരിലാണ് ഈ സംഭവം. അതിക്രൂരമായ ഒരു കൊലപാതകത്തിനൊടുക്കം പ്രതി പിടിയിലായിരിക്കുകയാണിപ്പോൾ.
രഞ്ജിയിലെ അന്നാബാബയ്ക്ക് സമീപമുള്ള ഹനുമാൻ നഗറിലാണ് മോഷണത്തിനിടെ അതിക്രൂരമായ കൊലപാതകം നടന്നത്. സംഭവത്തിൽ സമീപത്ത് തന്നെയുള്ള ഹനുമാൻ നഗറിൽ താമസിക്കുന്ന രാംഹേത് മിശ്രയുടെ മകൻ രാംഗോപാൽ മിശ്ര എന്ന ഗോപാലാണ് പിടിയിലായിരിക്കുന്നത്. ഹനുമാൻ നഗറിലെ ബഡാപത്തറിലെ വീടിന്റെ മുറ്റത്തുള്ള കിണറ്റിൽ പുഷ്പ ശർമ്മ എന്ന 75-കാരിയുടെ മൃതദേഹം പൊങ്ങിക്കിടക്കുന്നത് കണ്ടെത്തിയതോടെയാണ് സംഭവം പുറംലോകം അറിയുന്നത്. കൊലപാതക ശേഷം വീടിനുള്ളിൽ വെച്ച് മൃതദേഹം വലിച്ചിഴിച്ചതിന്റെ പാടുകളും രക്തക്കറകളും അടക്കം പോലീസ് കണ്ടെത്തിയിരുന്നു. സ്ഥലത്തു നിന്നും ശേഖരിച്ച ഫോറൻസിക് തെളിവുകളുടെ അടക്കം അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഒടുക്കം പോലീസ് പ്രതിയായ 45-കാരൻ രാംഗോപാലിലേക്ക് എത്തുന്നത്. जानती थी उसको, तो इसने मृतका के ऊपर हमला किया एक तरीके से, और उसके गले में जो मंगलसूत्र था और जो पाजेब थी पाँव में, वो उसने बलपूर्वक उतारी. इस संघर्ष में, इस छीना झपटी में इसका खुद की भी चप्पल वहां छूटी, इसका खींचातानी में इसका हाफ पैंट भी वहीं रह गया, और रात को फिर वो छत के रास्ते से अपने घर पे पहुंच के चुपचाप सो गया. सुबह उसने कोशिश की कि जो सामान उसका वहां छूट गया है उसको वो वहां से उठा ले ताकि किसी को शक ना हो, लेकिन चूंकि सुबह जल्दी लोग घूमने निकल जाते हैं तो वो ऐसा ना कर पाया. बाद में उसने जो मंगलसूत्र और जो बिछिया है, जो पाजेब है, वो भी नकली बनवाने का प्रयास किया ताकि वो जो नकली वाली है वो घटनास्थल पर फेंक दे, जिससे कि पुलिस को चोरी का शक या लूट का शक ना हो सके. रांची पुलिस की इस मामले में ये एक सफलता है कि बहुत जल्द आरोपी तक पहुंचे, और जो लूटा गया था सामान, जो मृतका पुष्पा शर्मा थी, उनका मंगलसूत्र की लाल गुड़िया सहित और वो जो पाजेब है, ये दोनों आरोपी की निशानदेही पे बरामद किया गया है, और आरोपी गोपाल मिश्रा को गिरफ्तार किया गया. സംഭവം നടന്ന ദിവസം രാത്രി പുഷ്പ ശർമ്മയുടെ വീട്ടിൽ മോഷ്ടിക്കാൻ കയറിയതായിരുന്നു പ്രതിയായ രാംഗോപാൽ. എന്നാൽ മോഷണത്തിനെത്തിയ പ്രതിയെ സ്ത്രീ മനസ്സിലാക്കിയതോടെയാണ് അതൊരു കൊലപാതകത്തിലേക്ക് കലാശിച്ചത്. ചോദ്യം ചെയ്യലിൽ ഇരയുടെ കുടുംബവുമായി തനിക്ക് പരിചയമുണ്ടെന്നും അവരുടെ മകൻ സ്വന്തം ഗ്രാമത്തിലായിരുന്നതിനാൽ അവർ വീട്ടിലൊറ്റയ്ക്കാണെന്ന് തനിക്ക് അറിയാമായിരുന്നുവെന്നും പ്രതി സമ്മതിച്ചിട്ടുണ്ട്. മോഷണം നടത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് അയാൾ വീട്ടിൽ കയറിയത്. പുഷ്പ ശർമ്മ അയാളെ തിരിച്ചറിഞ്ഞ് ഒച്ച വെക്കാൻ ശ്രമിച്ചപ്പോൾ അയാൾ ഒരു പാത്രം ഉപയോഗിച്ച് അവരെ ആക്രമിക്കുകയായിരുന്നു. കൊലപാതക ശേഷം പുഷ്പ ശർമ്മയുടെ സ്വർണമാലയും വെള്ളി പാദസരങ്ങളും തട്ടിയെടുത്ത് വലിച്ചിഴച്ച് കിണറ്റിലേക്ക് കൊണ്ടുപോയി ഇടുകയായിരുന്നു. മോഷ്ടിച്ച ആഭരണങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിക്കാനായി പ്രതി വാങ്ങിയതായി പറയപ്പെടുന്ന വ്യാജ ആഭരണങ്ങൾ, കുറ്റകൃത്യത്തിനിടെ ധരിച്ച വസ്ത്രങ്ങൾ എന്നിവയടക്കം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സംഭവ ദിവസം രാത്രി പ്രതിയെ ഇരയുടെ വീടിനടുത്ത് കണ്ടതായും പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പിന്നീട് കണ്ടെത്തി. പ്രതിയെ പിന്നീട് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. അവർ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.